So this is our problem. A body having weight 200 Newton is placed over a rough surface. Find out the friction force developed if the applied forces. We have three cases. First case is 0 Newton, second case is 50 Newton, and third case is 100 Newton. And we have an annex data, that is coefficient of static friction mu s is 0.3 and coefficient of dynamic friction mu k is 0.25. Okay. സോ നമുക്കൊരു ബോഡി ഉണ്ട്. ആ ബോഡി ഒരു റഫ് സർഫസിന് മുകളിലാണ് വെച്ചിട്ടുള്ളത്. റഫ് സർഫസ് എന്ന് എടുത്തു പറയാൻ കാരണം അവിടെ ഫ്രിക്ഷൻ ഫോഴ്സ് ജനറേറ്റ് ആവും. സ്മൂത്ത് സർഫസിലാണെങ്കിൽ നമുക്ക് ഫ്രിക്ഷൻ ഫോഴ്സ് ഡെവലപ്പ് ആവില്ല. ഓക്കെ, സോ റഫ് സർഫസ് ആയതുകൊണ്ട് അവിടെ ഫ്രിക്ഷൻ ഫോഴ്സ് ഡെവലപ്പ് ആവും. അതുകൊണ്ടാണ് റഫ് സർഫസ് എന്ന് എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ബോഡിയിലേക്ക് ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള പോലെ ഈ ഒരു ബോഡിയിലേക്കാണ് നമ്മൾ ഫോഴ്സസ് അപ്ലൈ ചെയ്യുക. ആ മൂന്ന് കേസാണ്. ഈ മൂന്ന് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും ഈ ബോഡിയുടെയും സർഫസിന്റെയും ഇടയ്ക്ക് ഡെവലപ്പ് ആവുന്ന കോണ്ടാക്ട് ഫ്രിക്ഷൻ എത്രയാണെന്നാണ് നമുക്ക്, ആ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് എത്രയാണെന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. സോ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് തന്നിട്ടുള്ള ആ ഒരു സിനാരിയോയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, സോ നമുക്ക് തന്നിട്ടുള്ള നമുക്കൊരു ബോഡി ഉണ്ട്, ഒരു റഫ് സർഫസിന്റെ മുകളിൽ ഇതേപോലെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഓരോ ഡാറ്റ ആയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവയ്ക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എ ബോഡി ഹാവിംഗ് വെയിറ്റ് 200 ന്യൂട്ടൺ. സോ അതിന്റെ സെൽഫ് വെയിറ്റ് പറഞ്ഞിട്ടുണ്ട്. സോ അതിന്റെ സെൽഫ് വെയിറ്റ് മാർക്ക് ചെയ്യുക. സെൽഫ് വെയിറ്റ് എപ്പോഴും ഗ്ലോബൽ വൈ ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക, അല്ലേ? ഗ്ലോബൽ വൈ ഡയറക്ഷനിൽ അത് ആ ബോഡിയുടെ എന്താ പറയുക, ആ ബോഡിയുടെ സെന്റർ ഓഫ് മാസിൽ കൂടിയായിരിക്കും അത് എപ്പോഴും ആക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്രോക്സിമേറ്റ്ലി സോ മനസ്സിലാക്കിയാൽ മതി. സോ ആ ബോഡിയുടെ സെന്റർ ഓഫ് മാസിൽ കൂടി ആയിരിക്കും അതിന് വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ദാറ്റ് വെയിറ്റ് ഇസ് 200 ന്യൂട്ടൺസ്. So this is 200 newtons. Then it is placed over a rough surface. Obviously frictional force develop. Find out the frictional force developed if the applied forces. നമുക്ക് 3 കേസസ് ഉണ്ട്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് നമ്മൾ ഇതിനകത്തേക്കൊരു പുഷ് ഓർ ഫുൾ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. തൽക്കാലം ഞാൻ ആ ഫോഴ്സിനെ പി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, സോ നമുക്ക് അപ്പോൾ പിക്ക് ഒരു വാല്യൂ എടുത്താൽ നമുക്ക് ഓരോ കേസായിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദിസ് വാല്യൂ ഇസ് പി. ഇനി വേറെ എന്തൊക്കെ ഫോഴ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്? ഒരു എന്താ പറയുക, ഡൗൺവേർഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, അല്ലേ? സോ ഡൗൺവേർഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന കാരണം അതിന് ഒരു റിയാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് നമ്മൾ എന്ത് പേര് പറയാം? ദാറ്റ് ഈസ് ദി നോർമൽ റിയാക്ഷൻ, അല്ലേ? ഡൗൺവേർഡ് റിയാക്ഷന് ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് നോർമൽ റിയാക്ഷൻ. അത് നമ്മൾ എന്ത് ഡിനോട്ട് ചെയ്യും? ദാറ്റ് വിൽ ബി ആർ എൻ, അല്ലേ? ദാറ്റ് ഈസ് നോർമൽ റിയാക്ഷൻ ആർ എൻ. ഇനി അപ്പോൾ വെയിറ്റിനെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ്, ഇനി എന്തുകൂടി ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ട്? പീനെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ട്. പീനെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്ത്? ഫ്രിക്ഷൻ ഫോഴ്സ്, അല്ലേ? ഫ്രിക്ഷൻ ഫോഴ്സിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫ്രിക്ഷൻ ഫോഴ്സ് ജനറേറ്റ് ആവുക. ആൻഡ് ദാറ്റ് ഫ്രിക്ഷൻ ഫോഴ്സ് ക്യാൻ ബി ഡിനോട്ടഡ് ആസ് എഫ് ആർ. ഓക്കെ, നമുക്ക് ആ ഫ്രിക്ഷൻ ഫോഴ്സിനെ എഫ് ആർ എന്ന് ഡിനോട്ട് ചെയ്യാം. നമ്മൾ എഫ് ആർ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. സോ നമ്മളുടെ ഫ്രീ ബോഡി ഡയഗ്രാം കംപ്ലീറ്റ് ആണ്. ഇതിൽ നമുക്ക് പിക്ക് ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ കേസായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുക. സോ നമ്മളുടെ ഫസ്റ്റ് കേസ്, ഓക്കെ, ഇഫ് ദി അപ്ലൈഡ് ഫോഴ്സ് ഇസ് 0 ന്യൂട്ടൺ. സോ ഐ എം സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് പി എസ് 0 ന്യൂട്ടൺ, 0 ന്യൂട്ടൺസ്. ഓക്കെ, നമുക്ക് ഇക്വേഷൻ ഉണ്ട്. എഫ് ആർ ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ആർ എൻ. എഫ് ആർ എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് ആണ്. ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു മ്യൂ ടൈംസ് ആർ എൻ. ഓക്കെ, സോ നമുക്ക് ഈ കേസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. സോ നമുക്ക് ആദ്യം ഇതിൻ്റെ അകത്ത് എഫ് ആർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. സോ എഫ് ആർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഓരോന്നിൻ്റെ, ഇപ്പം മ്യൂവിൻ്റെ വാല്യൂ ഉണ്ട്, ആർ എൻ്റെ വാല്യൂ ഉണ്ട്. ഇപ്പോൾ മ്യൂവിൻ്റെ വാല്യൂ ഇവിടെ നോക്കാം. നമുക്ക് രണ്ട് മ്യൂ വാല്യൂസ് ആണ് തന്നിട്ടുള്ളത്. മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് ആണ്.
ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് തന്നിട്ടുണ്ട്. വി ഹാവ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് ഡൈനാമിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, ബോഡി അറ്റ് റെസ്റ്റ് ആയിരിക്കും. ഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി മൂവിങ് ആയിരിക്കും. സോ അറ്റ് റെസ്റ്റ് കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ യൂസ് ചെയ്യണം. മൂവിങ് കണ്ടീഷൻ ആണെങ്കിൽ ഡൈനാമിക് ഫ്രിക്ഷന്റെ കോഎഫിഷ്യന്റ് യൂസ് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് ആദ്യം നമ്മുടെ കേസ് നോക്കാം. നമ്മൾ ഒരു ബോഡി ഉണ്ട്, ആ ബോഡിക്ക് ഒരു വെയിറ്റ് ഉണ്ട് 200 ന്യൂട്ടൺസ്. സോ അത് കാരണം അതൊരു നോർമൽ റിയാക്ഷൻ ഡെവലപ്പ് ആവും. ആ നോർമൽ റിയാക്ഷന്റെ വാല്യൂ എത്ര ആയിരിക്കും? ഒബ്വിയസ്ലി അല്ലെ, 200 ന്യൂട്ടൺ ഡൗൺവേർഡ് ആണെങ്കിൽ അതുണ്ടാക്കുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഓൾസോ വിൽ ബി 200 ന്യൂട്ടൺസ് അല്ലെ. വെയിറ്റ് എത്രയാണോ അത്ര തന്നെ ആയിരിക്കും നോർമൽ റിയാക്ഷൻ. എത്രയാണോ അപ്വേർഡ് ഫോഴ്സ് അത്ര തന്നെ ആയിരിക്കും അതിന്റെ ഡൗൺവേർഡ് ഫോഴ്സ്. ഓക്കെ, സോ Rn is 200 ന്യൂട്ടൺസ്. ഓക്കെ, സോ നമുക്ക് Rന്റെ വാല്യൂ കിട്ടി. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഫ്രിക്ഷൻ Frന്റെ വാല്യൂ ആണ്. ആ Fr കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് മ്യൂ ടൈംസ് R എന്നുള്ളത്. സോ അതുകൊണ്ട് നമുക്ക് Rന്റെ വാല്യൂ ആണ്. അപ്പൊ Rന്റെ വാല്യൂ കിട്ടി 200 ന്യൂട്ടൺസ്. ഇനി നമുക്ക് മ്യൂവിന് ഒരു വാല്യൂ ഉണ്ട്. സോ ആദ്യം നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ ബോഡി അറ്റ് റെസ്റ്റ് ആണോ മൂവിങ് ആണോ എന്നാണ്. ഇപ്പൊ ഇതിന്റെ അകത്ത് നോക്കുക, നമ്മുടെ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് ഫോഴ്സ് 0 ന്യൂട്ടൺ ആണ്. 0 ന്യൂട്ടൺ എന്താ മീൻ ചെയ്യുക? 0 ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. നമ്മൾ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്ത് നിങ്ങളുടെ Fr ഉണ്ടാവോ? ഇല്ല അല്ലെ. Fr എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ദി ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്. അതായത് നമ്മളൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ബോഡി മൂവ് ചെയ്യാതിരിക്കാനായിട്ട് സർഫസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ഫോഴ്സ് ആണ് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്. അല്ല, അതൊരു റിയാക്റ്റീവ് ഫോഴ്സ് ആണ്. അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിയാക്റ്റീവ് ഫോഴ്സ് ആണ്. സോ അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ കേസ് നമ്മൾ 0 ന്യൂട്ടൺ എന്ന് പറയുന്ന ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. 0 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഇൻ അതർ വേർഡ്സ് വി ക്യാൻ സേ ദാറ്റ് വി ആർ നോട്ട് അപ്ലൈയിങ് എനി ഫോഴ്സ്. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ നമുക്ക് റിയാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവോ? റിയാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവില്ല. സോ ഇൻ ഫസ്റ്റ് കേസ് വി ഹാവ് Fr is equal to 0 newtons. Okay, simple logic. അവിടെ മ്യൂവിന്റെ Rന്റെ വാല്യൂ ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നില്ല, അതുകൊണ്ട് നമുക്ക് റിയാക്ഷൻ ഉണ്ടാവില്ല. സോ Fr is equal to 0 newtons. അതാണ് നമ്മളുടെ ഫസ്റ്റ് കേസ്. ഇനി അടുത്തത് നമ്മളുടെ സെക്കൻഡ് കേസ്. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് 50 ന്യൂട്ടൺ ആണ്. ഓക്കെ, സോ 50 ന്യൂട്ടൺ ആകുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ഫോഴ്സ് എഴുതാം. This is 50 newtons. Okay, so 50 ന്യൂട്ടൺ എന്ന് പറഞ്ഞ ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. സോ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് Frന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, സോ നമ്മൾ Frന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. Frന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി മ്യൂ ടൈംസ് Rn. നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത് നമുക്ക് ബോഡി മൂവ് ചെയ്യോ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണോ കോഎഫിഷ്യന്റ് ഓഫ് ഡൈനാമിക് ഫ്രിക്ഷൻ ആണോ എന്നാണ് നമുക്ക് അറിയേണ്ടത് അല്ലെ. സോ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ തൽക്കാലം നമുക്കിപ്പോ ബോഡി മൂവ് ചെയ്യണമെന്ന് അറിയാം. ബോഡി എപ്പോഴാണ് മൂവ് ചെയ്യുക? Frന് ഒരു മാക്സിമം വാല്യൂ ഉണ്ട് അല്ലെ. Frന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് മ്യൂ ടൈംസ് Rn ആണ്. ഈ Frന്റെ മാക്സിമം വാല്യൂനേക്കാളും കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമേ ബോഡി മൂവ് ചെയ്യുള്ളൂ. നമുക്ക് Frന്റെ വാല്യൂ നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ Frന്റെ വാല്യൂ കാൽക്കുലേറ്റ് നമുക്കൊരു മ്യൂവിന്റെ ആവശ്യമുണ്ട്. തൽക്കാലം അസ്യൂം ചെയ്യുക ബോഡി ഈസ് നോട്ട് മൂവിങ്. ബോഡി മൂവ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യുക. ബോഡി മൂവ് ചെയ്യുന്നില്ലെങ്കിൽ എന്താ ബോഡി റെസ്റ്റ് ആണ്. സോ നമുക്കപ്പോ സ്റ്റാറ്റിക് കേസ് ആണ് വരിക. സോ മ്യൂവിന്റെ വാല്യൂ നമ്മൾ എത്ര എടുക്കണം? ദാറ്റ് വിൽ ബി 0.3 അല്ലെ. സോ മ്യൂ വാല്യൂ ഇസ് 0.3. സോ Fr is equal to 0.3 into Rന്റെ വാല്യൂ എത്രയാണ്? Rn വാല്യൂ ഇസ് 200 അല്ലെ. ദെൻ കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് വിൽ ബി 60 ന്യൂട്ടൺസ്. ഓക്കെ, ഈ കിട്ടിയ വാല്യൂന്റെ പ്രത്യേകത എന്താ? ഇത് Fr is equal to mu R എന്ന് പറഞ്ഞാൽ മാക്സിമം റെസിസ്റ്റിംഗ് ഫോഴ്സ് ആണ്. ഈ ഒരു ബോഡിയുടെ Rn വാല്യൂ കാരണം ഈ ബോഡിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഫോഴ്സ് ആണ് 60 ന്യൂട്ടൺസ് എന്നുള്ളത്. സോ അപ്പൊ നമുക്ക് മാക്സിമം ഇതിന് 60 ന്യൂട്ടൺ വരെ റിയാക്റ്റീവ് ഫോഴ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ അകത്ത് നോക്കാം, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്? 50 ന്യൂട്ടൺ വരെ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പൊ ബോഡി മൂവ് ചെയ്യോ? ബോഡി മൂവ് ചെയ്യില്ല. ഓക്കെ, അതായത്
ഇതിന് 60 ന്യൂട്ടൺ വരെയുള്ള പുഷ് ഓർ പുൾ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. 60 ന്യൂട്ടണിനേക്കാളും കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമേ ബോഡി മൂവ് ചെയ്യുള്ളൂ. ഓക്കെ, സോ അപ്പൊ നമുക്ക് 60 ന്യൂട്ടൺ വരെ ലോഡ് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ എത്ര അപ്ലൈ ചെയ്തിട്ടുള്ളൂ? 15 ന്യൂട്ടൺ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. സോ അതുകൊണ്ട് ബോഡി മൂവ് ചെയ്യില്ല, ബോഡി റെസ്റ്റ് ആണ്. നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ഔട്ട് ദി ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്പ് ഇഫ് ദി അപ്ലൈഡ് ഫോഴ്സസ് 50 ന്യൂട്ടൺ. 50 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എത്ര ഫ്രിക്ഷണൽ ഫോഴ്സ് ജനറേറ്റ് ആയിട്ടുണ്ട് എന്ന് മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഈ കിട്ടിയ വാല്യൂ മാക്സിമം വാല്യൂ ആണ്. ഓക്കെ, അതാണ് മനസ്സിലാക്കേണ്ടത്. എഫ് ആർ ഇസ് ഈക്വൽ ടു മ്യൂ ആർ എന്ന് പറയുന്ന ഈക്വേഷൻ നമുക്ക് തരുന്നത് ആ ബോഡി ജനറേറ്റ് ആവുന്ന മാക്സിമം വാല്യൂ ആണ്. ഓക്കെ, മാക്സിമം 60 ന്യൂട്ടൺ വരെ തരും. പക്ഷെ നമുക്ക് 50 ന്യൂട്ടൺ എന്ന് പറയുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എത്ര ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടായി എന്ന് മാത്രം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 50 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ അതിന്റെ എന്താ പറയുക, അതിന്റെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? 50 ന്യൂട്ടൺ തന്നെയായിരിക്കും അല്ലേ? സോ ഇവിടെ വരുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു എത്രയാ? നമ്മൾ എത്രയാണോ ഫോഴ്സ് കൊടുത്തത് അത്ര തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് ജനറേറ്റ് ആവുള്ളൂ. ഓക്കെ, നമ്മൾ 60 ന്യൂട്ടൺ എന്ന് പറയുന്നത് അതിന്റെ മാക്സിമം വാല്യൂ ആണ്. അപ് ടു ദാറ്റ് മച്ച് വാല്യൂ, അപ് ടു 60 ന്യൂട്ടൺ വരെ ബോഡി മൂവ് ചെയ്യില്ല. പക്ഷെ നമ്മൾ 60 ന്യൂട്ടൺ അപ്ലൈ ചെയ്തിട്ടില്ല, 50 ന്യൂട്ടൺ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. സോ അതിന്റെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ന്യൂട്ടൺ തന്നെ ആയിരിക്കും. സോ ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ, frictional force developed when we apply a push or pull of 50 Newton will be 50 Newton itself. Okay. ഇനി നമ്മളുടെ തേർഡ് കേസ് എന്ന് പറഞ്ഞാൽ if the applied force is 100 Newton. അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് 100 ന്യൂട്ടൺ ആണെങ്കിൽ എത്രയാണ് ഫ്രിക്ഷൻ ഫോഴ്സ് ജനറേറ്റ് ആവുന്നത്? ഇതിനകത്ത് നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ബോഡി മൂവിങ് ആണോ റെസ്റ്റ് ആണോ എന്ന് നമുക്ക് അറിയില്ല. സോ അതിൻ്റെ അകത്ത് നമ്മൾ ഒരു ബോഡി അറ്റ് റെസ്റ്റ് ആണെന്ന് ഞങ്ങൾ അസ്യൂം ചെയ്തേക്കുക. ബോഡി അറ്റ് റെസ്റ്റ് ആണെങ്കിൽ നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എടുക്കേണ്ടത് 0.3 ആണ്. അതിനാണ് നമ്മൾ 0.3 തന്നെ എടുക്കുന്നു. നമ്മൾ എഫ് ആർ എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് ദി മാക്സിമം വാല്യൂ അല്ലെ? എഫ് ആർ ഇസ് ഈക്വൽ ടു 0.3 ഇൻറ്റു 200, ദാറ്റ് ഈസ് 60 ന്യൂട്ടൺ എന്ന് നമുക്ക് കിട്ടി അല്ലെ? 60 ന്യൂട്ടൺ ആണ് മാക്സിമം ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ്. 60 ന്യൂട്ടൺ ഫോഴ്സേ അത് നമുക്ക് ഈ ബോഡി കാരണം ഇവിടെ കോണ്ടാക്ട് ഫ്രിക്ഷൻ ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്? ദാറ്റ് ഈസ് 100 ന്യൂട്ടൺ അല്ലെ? സോ 100 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, അതിന് നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് 60 ന്യൂട്ടൺ വരെയാണ്. അപ്പൊ എന്ത് സംഭവിക്കുക? ബോഡി മൂവ് ചെയ്യും അല്ലെ? റെസിസ്റ്റൻസിനേക്കാളും കൂടുതലാണ് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്. അപ്പോൾ ഏത് ഫോഴ്സ് ആണോ വലിയ ഫോഴ്സ്, ആ ഫോഴ്സിന്റെ ഡയറക്ഷനിൽ അത് മൂവ് ചെയ്യാൻ തുടങ്ങും. അതായത് ടുവേർഡ്സ് റൈറ്റ് ഈ ബോഡി മൂവ് ചെയ്യും. വൺസ് ബോഡി മൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ കേസ് അല്ല, അത് ഡൈനാമിക് ഫ്രിക്ഷന്റെ കേസ് ആണ്. സോ അങ്ങനത്തെ കേസിൽ അപ്പോൾ എഫ് ആറിന്റെ വാല്യൂ എത്രയാണ്? അവിടെ ഡൈനാമിക് കോഎഫിഷ്യന്റ് ഇട്ട് കൊടുക്കുക, ദാറ്റ് വിൽ ബി 0.25. സോ ഡൈനാമിക് ഫ്രിക്ഷന്റെ ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് വാല്യൂ ഇസ് 0.25 into Rn അല്ലേ? ദാറ്റ് ഇസ് 200 and that will be equal to എത്രയാ? 50 newtons. This is the frictional force generated. ഇതിനകത്ത് ശ്രദ്ധിക്കുക, ഇതും നമ്മൾ ലാസ്റ്റ് കേസിൽ എന്താ പറഞ്ഞത്? 60 ന്യൂട്ടൺ ഫോഴ്സ് ആയിരുന്നു അതായത് അതിന്റെ സെക്കൻഡ് കേസ്. 60 ന്യൂട്ടൺ ഫോഴ്സ് ആണ് മാക്സിമം ജനറേറ്റ് ആവുന്നത്. പക്ഷെ അവിടെ 50 ന്യൂട്ടൺ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുള്ളൂ, ബോഡി മൂവ് ചെയ്യില്ല. അതുകൊണ്ട് എത്ര ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്തത് അത്ര തന്നെ അവിടെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് കിട്ടുള്ളൂ. പക്ഷെ നമ്മളുടെ തേർഡ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് 100 ന്യൂട്ടൺ ആണ്. 100 ന്യൂട്ടൺ ആണ്, പക്ഷെ അതിന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം റെസിസ്റ്റൻസ് എത്രയാ? 50 ന്യൂട്ടൺ മാത്രമേ അതിന് മാക്സിമം ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ബോഡി മൂവ് ചെയ്യും. പക്ഷെ അവിടെ നമുക്ക് കിട്ടുന്ന ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 50 ന്യൂട്ടൺ തന്നെയായിരിക്കും. ക്ലിയർ ആയോ? കേസ് 1 എഫ് ആറിന്റെ വാല്യൂ എത്രയായിരുന്നു? കേസ് 1 എഫ് ആർ വാല്യൂ വാസ് 0 ന്യൂട്ടൺസ് അല്ലെ? കേസ് 2 എഫ് ആറിന്റെ വാല്യൂ വാസ് എത്രയായിരുന്നു? 50 ന്യൂട്ടൺ. അതെങ്ങനെ സംഭവിച്ചു? അത് ക്ലിയർ ആയിരിക്കണം. കാരണം അവിടെ 60 ന്യൂട്ടൺ വരെ അതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും, അത് മാക്സിമം വാല്യൂ ആണ്. പക്ഷെ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് 50 ന്യൂട്ടൺ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഓക്കെ, 50 ന്യൂട്ടൺ വരെ അപ്ലൈ ചെയ്യുന്ന കാരണം ബോഡി മൂവ് ചെയ്യില്ല.
നമ്മൾ എത്ര ഫോഴ്സ് കൊടുത്തോ അത്ര തന്നെ റിയാക്റ്റീവ് ഫോഴ്സും കിട്ടുള്ളൂ. സോ അതുകൊണ്ട് ആ കേസിൽ കോണ്ടാക്ട് സർഫസിൽ ഡെവലപ്പ് ആയിട്ടുള്ളത് അതിന്റെ എത്രയാണോ അപ്ലൈഡ് ഫോഴ്സ് മാത്രമാണ് അവിടെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുള്ളൂ. സോ അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വാസ് 50 ന്യൂട്ടൺ. കേസ് 3 എത്രയായിരുന്നു? കേസ് 3 നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് 100 ന്യൂട്ടൺ ആയിരുന്നു. പക്ഷെ അതിന് നമ്മൾ ആദ്യം സ്റ്റാറ്റിക് ആയിട്ടാണ് അസ്യൂം ചെയ്തത്. അത് 60 ന്യൂട്ടൺ വെച്ച് നോക്കി. അതിനപ്പം അപ്പോഴും നോക്കുക 60 ന്യൂട്ടൺ വരെയുള്ള ഫോഴ്സിന് ഡെവലപ്പ് ചെയ്യാൻ അതിന് റിയാക്ഷൻ മാത്രമേ അതിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് 100 ന്യൂട്ടൺ ആണ്. സോ അത് 100 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. സോ ആ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റാറ്റിക് കേസ് അല്ല, ഡൈനാമിക് കേസ് ആണ്. സോ നമ്മൾ മ്യൂവിന്റെ വാല്യൂ ഡൈനാമിക് കോഎഫിഷ്യന്റ് എത്രയാണോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻഡ് ദാറ്റ് വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 50 ന്യൂട്ടൺ എന്ന് പറയുന്ന ഫോഴ്സ് കിട്ടും. അതാണ് മാക്സിമം വാല്യൂ. അത് മാക്സിമം വാല്യൂ ആണ് അല്ലെ? മാക്സിമം വാല്യൂ ആയിരിക്കും അവിടെ ജനറേറ്റ് ആയിട്ടുണ്ടാവുക. ദാറ്റ് ഈസ് 50 ന്യൂട്ടൺ. ഓക്കെ, ഇത് കൺഫ്യൂഷൻ ആയത്. ഇത് മാക്സിമം വാല്യൂ, ഇത് E50 ആണ്. ഓക്കെ, ദിസ് ഇസ് മാക്സിമം വാല്യൂ. അവിടെ എന്താ പറയുക, റെസിസ്റ്റൻസിനേക്കാളും കൂടുതലാണ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്. സോ മാക്സിമം റെസിസ്റ്റൻസ് എത്രയാണോ അത്രയും ഫോഴ്സ് നമുക്ക് അവിടെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ആയിട്ട് കിട്ടും. ഓക്കെ.